എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷന് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷനുള്ള ലിങ്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ലിങ്ക് ഇസ് അവൈലബിൾ. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ നടക്കാം. ആദ്യമായി ടീച്ചർ പറഞ്ഞ വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട സ്പോട്ട് അഡ്മിഷന് ലേറ്റ് രജിസ്ട്രേഷൻ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലിങ്ക് ലഭ്യമായിട്ടുണ്ട്. ലേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എഡിറ്റിംഗ്, അത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അവസരം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷന് ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറുകയും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിലവിൽ 3 അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ പുതുക്കി നൽകുവാനും അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ ലിങ്ക് വന്നിട്ടുണ്ട്. ഇപ്പം ആർക്കൊക്കെ പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ സമർപ്പിച്ചു, പക്ഷേ അഡ്മിഷൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസി ലിസ്റ്റ് അടിസ്ഥാനത്തിൽ പ്രകാരമുള്ള ലിസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. കാരണം സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു അഡ്മിഷൻ തന്നെയാണ്. പല വിദ്യാർത്ഥികൾക്കും ഗവൺമെൻറ് കോളേജിൽ വരെ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയേറിയ ഒരു അലോട്ട്മെൻറ്റ് തന്നെയാണ് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ളത്. പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെ ആണ്. അപ്പോൾ എന്താണെങ്കിലും ലേറ്റ് രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികളെയാണ്. അത് നിങ്ങൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനും ഇപ്പോൾ അവസരമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നിങ്ങൾക്ക് മുൻപ് നടന്ന അലോട്ട്മെൻറ്റ് പ്രൊസീജിയറുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് മാനേജ്മെൻറ്റ് കോട്ടകളിൽ പ്രവേശനം നേടിയവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഓർത്തിരിക്കുക. ഇതുവരെ പ്രവേശനം നേടാത്തവർക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്കും മാത്രമേ ഈ ഘട്ടത്തിൽ അവസരമുള്ളൂ. അല്ലാതെ മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രവേശനം നേടിയവർ അതുപോലെ തന്നെ മുൻപുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ അപേക്ഷ കൊടുത്തിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് അപേക്ഷിക്കാം. മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയവർ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട മാത്രമല്ല മറ്റേതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടിയവരും അതുപോലെ തന്നെ മുൻപുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ യൂണിവേഴ്സിറ്റി കോളേജുകളിലായാലും ശരി യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ശരി പ്രവേശനം നേടിയവർക്ക് ഈ ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതെന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്കുള്ള ലിങ്കും അതുപോലെ തന്നെ അപേക്ഷിച്ച അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഓപ്ഷൻ എഡിറ്റിംഗ് എല്ലാം ലിങ്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു അഡ്മിഷൻ തന്നെയാണ്. സ്പോട്ട് അഡ്മിഷൻ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. സ്പോട്ട് അഡ്മിഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം സ്പോട്ട് അഡ്മിഷനിൽ ഗവൺമെൻറ് കോളേജ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ് ഈ ഞാൻ തന്നെ സ്പോട്ട് അഡ്മിഷനിൽ ഗവൺമെൻറ് കോളേജ് കിട്ടിയതാണ്. നേരത്തെ കിട്ടിയത് പ്രൈവറ്റ് കോളേജ് ആയിരുന്നു, അലോട്ട്മെൻറ്റ് വഴി കിട്ടിയതാണ്. പക്ഷേ അത് വേണ്ട, എനിക്ക് ഗവൺമെൻറ് മതി എന്നൊരു ദൃഢനിശ്ചയം ഉള്ളതുകൊണ്ട് തന്നെ സ്പോട്ടിൽ അപേക്ഷിച്ചു, ഗവൺമെൻറ് കിട്ടി. പക്ഷേ ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ ഗവൺമെൻറ് കോളേജ് കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഒന്നത് സ്പോട്ട് അഡ്മിഷൻ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വളരെയധികം പ്രാധാന്യത്തോടെ കൊടുക്കേണ്ട ഒരു അലോട്ട്മെൻ്റ് ആണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു അലോട്ട്മെൻറ്റ് തന്നെയാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. സ്പോട്ട് അഡ്മിഷനിൽ കിട്ടൂല എന്ന് നമുക്കൊരിക്കലും തറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, സ്പോട്ട് അഡ്മിഷനൊക്കെ ആകുമ്പോഴത്തേക്കും വേക്കൻസി ഉണ്ടാകുമോ,
നമുക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ നമുക്ക് കിട്ടിയേല, ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടിയേല എന്നുള്ളത് ഒരിക്കലും തറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ സ്പോട്ട് അഡ്മിഷനിൽ കയറിയൊരു വിദ്യാർത്ഥിയാണ് ഗവൺമെൻറ് കോളേജിൽ. ഒറ്റ വ്യത്യാസം മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉള്ളൂ. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ സ്പോട്ട് അഡ്മിഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. തീർച്ചയായും അപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.